എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് കുരഞ്ഞൂർ ചെറ്റ്യാറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ക്ഷേത്രത്തെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ള ഉപദേവതാ ക്ഷേത്രമാണിത്. ഈ ചുവരുകളിൽ ചിത്രകല ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആള് ഒരു അധ്യാപിക കൂടിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഈ ക്ഷേത്രത്തിലെ മനോഹരമായ മ്യൂറൽ പെയിന്റിങ് ചെയ്തിട്ടുള്ള സൗമ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. സൗമ്യയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആളിന്നില്ല. മറ്റൊരു ദിവസത്തില് ആളുടെ ഇന്റർവ്യൂ നമുക്ക് എടുക്കാം. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് മ്യൂറൽ പെയിന്റിങ് ചെയ്യാനായിട്ട് എത്തിയത്? അതിന്റെ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ മുഖേനയാണ് വരുന്നത്. എങ്ങനെയാണ് ഈ മ്യൂറൽ പെയിന്റിങ്ങിനോട് താല്പര്യം ഉണ്ടായത്? ചെറുപ്പത്തിൽ അമ്പലത്തിലൊക്കെ പോകുമല്ലോ, അപ്പൊ തൊട്ട് ഇങ്ങനെ ഈ കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണാൻ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സ്ഥിരമാണ്. ഇത് കണ്ടാൽ കുറച്ചു നേരം അവിടെ പോയി നോക്കിക്കും. ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെയും പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാനാണ് ചെയ്യണത് ഇത്രയും ഭംഗിയായിട്ട്. അത് ശരിക്കൊരു കഴിവ് തന്നെയാണ് കേട്ടോ. ഞാൻ പഠിക്കാതെ ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. പിന്നെ അവര് തന്നെ എനിക്ക് കുറെ ബുക്സ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു, അവരുപയോഗിക്കുന്ന ബുക്കുകളും ഇതൊക്കെ. അപ്പൊ ഞാനതെല്ലാം കളക്ട് ചെയ്തു, പുസ്തകങ്ങളെല്ലാം കളക്ട് ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ ബുക്സ് വായിക്കും, അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ കാണും, നന്നായി അങ്ങനെ പഠിക്കും കുറെ. പിന്നെ കൊറോണ സമയമായ സമയത്താണ് നമ്മൾ ഈ യൂട്യൂബില് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി അങ്ങനെ പഠിക്കാൻ തുടങ്ങി. നന്നായി ചെയ്തുകൊണ്ടിരിക്കും. ക്ഷേത്രങ്ങളിൽ മാത്രമാണോ ഇങ്ങനെ പെയിന്റിങ് ചെയ്യുന്നത്? അല്ലാതെ ചെയ്തിട്ടുണ്ടോ? ക്യാൻവാസിലോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ക്യാൻവാസും മറ്റേ പേപ്പർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ചെയ്തിട്ടുണ്ടോ? വേറെ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പായിട്ടാണ് ചെയ്തത്. അതെല്ലേ, ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോ എന്തെങ്കിലും ആത്മീയമായ എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര ഫീലാണ്. അത് ലഹരിയാണ്. നമ്മള് രാവിലെ പോയി നിന്നാലും നമ്മളറിയില്ല എത്ര നേരം നിൽക്കണമെന്ന് പോലും അറിയില്ല. അത് ക്ഷീണം ഉണ്ടാവില്ല നമുക്ക്. ഭയങ്കര മൂടാണ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ വിശപ്പുണ്ടാകുമെന്ന് അറിയില്ല. നല്ല സുഖമാണ്. നമ്മൾ അതൊക്കെ വിടും. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ഉണ്ടായിരിക്കില്ല, അതിന് മാത്രമായിരിക്കും. ഇവിടെ ഞങ്ങൾ മുൻപ് വരുമ്പോ അവിടെ ചിത്രങ്ങളുണ്ട്. അപ്പൊ അതില് കുറെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലെ? ഫുള്ളായിട്ട് മാറ്റിയിട്ട് പുതിയതായിട്ട് വരച്ചു. രണ്ടെണ്ണം പുതിയതാണ്, ബാക്കിയുള്ളതൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. അത്ര ഒരു വർഷം പഴക്കമുണ്ടെന്നാ പറഞ്ഞു. അതൊക്കെ പുതുക്കി ചെയ്തു. കളർ നമ്മള് ഫ്രണ്ടില് കണ്ട വാമനൻ ആ രൂപം അത് ഫുള്ളായിട്ട് ചെയ്തതാണ്, പുതിയതായിട്ട് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണനെ. അതെ, അത് മറ്റേ കുട്ടിയെ ചെയ്തു, പാച്ചു കൂടുള്ള കുട്ടി. സൗമ്യ ഇപ്പൊ കൊറേ ചിത്രങ്ങൾ വരക്കില്ലേ? പല ദേവി ദേവന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ വരക്കില്ലേ? അതിൽ ഏറ്റവും അധികം വരയ്ക്കാൻ ഇഷ്ടമുള്ളത് ആരെയാണ്? ഗണേശനെ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇനിയിപ്പം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സൗമ്യ പഠിക്കാതെയാണ് വരച്ചിട്ടുള്ളത്. ചിത്രം വരയ്ക്കാനൊക്കെ കുറച്ച് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം ടീച്ചറാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ്. ഇഷ്ടമുണ്ടാവണം വരയ്ക്കാൻ. അത് എത്ര അറിയാം. വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ അടുത്തൊക്കെ ആയിട്ടുണ്ടോ? നമ്മുടെ ഗുരുവായൂർ ദേവസ്വമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ. അങ്ങനെ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. ഓൺലൈനിലും ഉണ്ട് ചെറിയ കോഴ്സുകളൊക്കെ കാണാം. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അനുസരിച്ച് ചെയ്യാം. സൗമ്യക്ക് ഇനി ഭാവിയിൽ ഏത് മോഡൽ ചിത്രം വരയ്ക്കണം എന്നാണ്? അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? എനിക്ക് ഗണേശന്റെ ഒരു എക്സിബിഷൻ വെക്കണമെന്നുണ്ട്. ഗണേശന്റെ പല ഇതിലുള്ള സ്റ്റോറീസ് വെച്ചിട്ട് ഒരു 101 ഗണേശ വെച്ചിട്ട് എനിക്കൊരു എക്സിബിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ. ഗണേശന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ ഈ അവസരം തന്ന അമ്പലത്തിലെ ഭാരവാഹികളോട് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ചാനലിലൂടെ? എല്ലാവർക്കും നന്ദിയുണ്ട് വിളിച്ചതിന്. പിന്നെ ടീച്ചറാണ്. ടീച്ചർ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 വർഷം മുന്നേ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടുപോയതായിരുന്നു. ഇപ്പോഴാണ് അപ്പൊ രണ്ടാമത് വിളിച്ചപ്പോ എനിക്ക് തോന്നി ഇതെന്റെ അവസരം, എന്തായാലും ഇപ്രാവശ്യം തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ചിത്രങ്ങള് പൂർണ്ണമായിട്ടില്ല, ഇനിയുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. സന്തോഷം.